അപ്പോൾ ദാ നമ്മുടെ സ്കൂള് തുറന്നല്ലേ. അപ്പോൾ സ്കൂള് തുറന്നത് കൊണ്ട് നമുക്കിതാ ഒരാഴ്ച കഴിഞ്ഞില്ലേ, ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓരോരോ ചാപ്റ്റേഴ്സും ഓരോരോ സബ്ജക്റ്റുകളും എസിൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കുറച്ചൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നടന്നതുപോലെയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കുട്ടിയായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾ കുഞ്ഞു മക്കളാണ്, നിങ്ങൾക്ക് ഒത്തിരി ഒന്നും പഠിക്കാനുണ്ടാവില്ല, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ മക്കൾക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, ഫുൾ മാർക്ക് വാങ്ങണം എന്നൊക്കെ ആഗ്രഹങ്ങളില്ലേ. ഇനി ഈ ഫുൾ മാർക്ക് വാങ്ങാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് മിസ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മിസ് പറയുന്ന പോലെ ചെറിയ ടിപ്സും കുഞ്ഞു പൊടിക്കൈകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാം? ക്ലാസ്സിൽ ഫസ്റ്റ് ആവാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഫുൾ മാർക്ക് വാങ്ങാൻ നമ്മളെ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അന്നന്ന് തന്നെ പഠിക്കുക. ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും, കുഞ്ഞു കാര്യങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ, ഹോംവർക്ക് തരും. അപ്പോൾ അതൊക്കെ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? അന്നന്ന് തന്നെ ചെയ്തു തീർക്കണം. മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വൃത്തിയുള്ളൊരു മുറിയിൽ നമ്മൾ ഒത്തിരി സൗണ്ടും അലമ്പും ഒന്നും ഇല്ലാത്തടത്ത് ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അപ്പോൾ ഒത്തിരി കാര്യങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ചിരിച്ചും കളിച്ചും ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്തു എന്താണ്? വൃത്തിയുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ശബ്ദങ്ങളില്ലാത്തൊരു സ്ഥലത്തിരുന്ന് അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കും. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ അക്ഷരത്തെറ്റൊക്കെ വരാം അല്ലേ. നിങ്ങൾ എഴുതി പഠിക്കണം, ഒച്ചത്തിൽ വായിച്ച് പഠിക്കണം. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന ഓരോരോ കാര്യവും എന്ത് ചെയ്യണം? നമുക്ക് ശനിയും ഞായറും വീക്കെൻഡ്സ് ഉണ്ടാവും, അവധി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഈ ശനിയും ഞായറും റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഒന്നും കൂടെ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പഠിക്കുക. മാത്രമല്ല, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി പഠിക്കുന്ന സമയത്ത് ചെറിയ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. കുഞ്ഞായിട്ട് നമ്മൾ ഓരോരോ പോയിന്റ്സ് എഴുതി വെക്കുക. ഇംഗ്ലീഷിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാത്ത വാക്കുകളൊക്കെ നമ്മൾ എഴുതി പഠിക്കുക. അതുപോലെ ഒച്ചത്തിൽ പറഞ്ഞു പഠിക്കുക മലയാളമൊക്കെ. അതുപോലെ അക്ഷരത്തെറ്റ് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ എഴുതി പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ കാര്യങ്ങളും അന്നന്ന് തന്നെ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാം. അപ്പോൾ എങ്ങനെയാണ് ഫുൾ മാർക്ക് വാങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലൊക്കെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നമുക്ക് എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഫുൾ മാർക്ക് നമുക്ക് സൈലത്തിനോടൊപ്പം വാങ്ങാം.